സമാദരണീയനായ നമ്മുടെ ഈ മഹത്തായ 12 ദിന മതപ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടന ദിവസമായിരുന്നു നമ്മുടെ ഈ വേദിയിലെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ ഈ മഹല്ലത്തിന്റെ ഇസ്ലാമിക ചലനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ആദരണീയരായ നിസാർ ഫൈസി ഇർഫാനി ഉസ്താദ് അവറുകളെ, ഈ മഹത്തായ സദസ്സിന് സ്വാഗത ഭാഷണം നടത്തിയ ഈ മഹല്ലത്തിന്റെ ആദരണീയരായ എന്റെ പ്രിയപ്പെട്ട ബഷീർ മാസ്റ്റർ അവറുകളെ, എന്റെ പ്രിയങ്കരനായ സഹോദരൻ സത്താർ കൂടാളി തുടങ്ങി മഹല്ല് ജമാഅത്തിന്റെ സമാദരണീയരായ ഭാരവാഹികളെ, വേദിയിൽ ഉപവിട്ടരായ നമ്മുടെ ഈ മഹല്ലത്തിലെ കാരണവരും നമ്മളെല്ലാവരും ആദരിക്കുകയും ചെയ്യുന്ന ആദരണീയരായ മമ്മൂട്ടി ഉസ്താദ് അവറുകളെ, അതുപോലെ ആദരണീയരായ അബ്ദുള്ള ഫൈസി അവറുകളെ, ഇബ്രാഹിം മാസ്റ്റർ, മട്ടന്നൂർ മഹല്ല് ജമാഅത്തിന്റെ സമാധാനായ വൈസ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി അവറുകളെ, അതുപോലെ മട്ടന്നൂർ മഹല്ല് ജമാഅത്തിന്റെ സമാധാനായ ജനറൽ സെക്രട്ടറി, പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ആദരണീയരായ അബ്ദുള്ള കുട്ടി ഹാജി അവറുകളെ, ജഗനിയന്താവായ റബ്ബിനെ കേൾക്കുവാൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുമായി ഈ സമയത്തുള്ള എല്ലാ ചുറ്റുപാടുകളും നിർത്തിവെച്ച് അള്ളാഹുവിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സദസ്സിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വേദി ഇങ്ങനെ സംഘടിപ്പിക്കുവാൻ ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്ന ഈ മഹല്ലത്തിലെ എന്റെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പേരിലുള്ള ഒരു സദസ്സിൽ ഭൂമിയിൽ ഒരുമിച്ചു ചേർന്ന പോലെ നാളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ ലോകമായ സ്വർഗലോകത്തൊരുമിക്കാൻ അഷ്റഫുൽ വറാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് ചൊല്ലിക്കാൻ ഈ വേദി അല്ലാഹു കാരണമാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയും, ഈ പ്രപഞ്ചത്തിന് ഏകനായ ദൈവം ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് നേരെ അവർ പറയുകയല്ല ചെയ്തത്, മറിച്ച് കാര്യകാരണ ബന്ധങ്ങളിലൂടെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ കണ്ടെത്താനായിരുന്നു ഓരോ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് ഉപദേശിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. وما أهلكنا من قرية إلا ولها كتاب معلوم. ഏതൊരു ജനതക്കും നാം ഈ പ്രപഞ്ചത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ വേറൊരാളുമില്ല എന്ന തത്വമാണ് ഞാനും എന്റെ അധ്യാപനമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ പ്രവാചകന്മാരും വന്ന് പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. പക്ഷേ ജഗനിയന്താവായ റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോ കാര്യകാരണ ബന്ധങ്ങളിലൂടെയാണ് അവർ റബ്ബിലോട് വിശ്വസിക്കാൻ പറഞ്ഞത്. ഉദാഹരണത്തിനായി മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലെ എല്ലാ വസ്തുക്കളിലും അണ്ഡകടാഹത്തിലെ സർവ്വ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനാണവൻ എന്ന് പറഞ്ഞുകൊണ്ടവരോട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് റബ്ബിലേക്ക് തങ്ങളുടെ ചിന്ത കൊണ്ടുപോകാൻ, ഈ പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള ജഗനിയന്താവായ റബ്ബിനെ അംഗീകരിക്കാൻ, അങ്ങനെയാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞതെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അധ്യായമുണ്ട്, സൂറത്ത് നൂഹ് എന്നാണ് അധ്യായത്തിന്റെ പേര്. ആ അധ്യായത്തിൽ പോലും ഇതുപോലെ വേറെ ഒരുപാട് സംഗതികൾ അല്ലാഹു എണ്ണിയിട്ടുണ്ട്.
നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയിലേക്ക് കടന്നു വന്നുകൊണ്ട് നടത്തിയ പ്രബോധനത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا فيها سبلا فجاجا. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയിലേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അനുഗ്രഹങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ തിരിച്ചു വരണേ എന്നവരെ ക്ഷണിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ജനതയിലേക്ക് കടന്നു വന്നുകൊണ്ട് രഹസ്യമായും പരസ്യമായും അവരെ ക്ഷണിച്ചു. രഹസ്യമായി നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിലേക്ക് ക്ഷണിച്ചു. പരസ്യമായും ആ ജനതയോട് അല്ലാഹുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഫഖുൽതു ലഹും ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുക. അല്ലാഹു നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അവൻ നിങ്ങൾക്ക് മഴകൾ ആകാശത്ത് നിന്ന് വർഷിപ്പിച്ചു തരും. വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറാ. എന്നിട്ടവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ മുളപ്പിച്ചു തരികയും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങളിലൂടെ പുഴകൾ അവൻ ഒഴുക്കിത്തരുകയും ചെയ്യുമെന്ന് ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു. മാത്രമല്ല മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് രാജാതിരാജനായ റബ്ബിനെ ഭയപ്പെടാത്തത്? വഖദ് ഖലഖകും അത്വാറാ. അവനല്ലയോ നിങ്ങളെ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ദൃഷ്ടാന്തങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, അതാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും ചെയ്തത്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ് ചെയ്തത്. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഉപമ മാത്രമാണ് നമ്മൾ അവിടെ പറയുന്നത്. വലഖദ് ഖലഖകും അത്വാറാ. ജനങ്ങളെ അല്ലാഹുവല്ലയോ നിങ്ങളെ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചത്. അത് ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൽ വഴിയെ വരുന്നുണ്ട്. അലം തറൂ കൈഫ ഖലഖല്ലാഹു 7 സമാവാതിൻ തിബാഖാ. ജനങ്ങളെ നിങ്ങൾ കണ്ടില്ലയോ അല്ലാഹു എങ്ങനെയാണ് ഈ 7 ആകാശങ്ങളെ എട്ടിയെട്ടിയായി റബ്ബ് സൃഷ്ടിച്ചത്. വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ. ചന്ദ്രനിൽ അവൻ പ്രകാശം സൃഷ്ടിക്കുകയും വജഅല ശംസ സിറാജാ. സൂര്യനെ കത്തിജ്വലിക്കുന്ന ഗോളമാക്കുകയും ചെയ്തത് അവൻ എങ്ങനെയാണ്. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. ഭൂമിയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയും നിങ്ങളെ സൃഷ്ടിക്കുകയും ثم يعيدكم فيها ويخرجكم إخراجا. പിന്നെ നിങ്ങളെ ഭൂമിയിലേക്ക് അവൻ മടക്കുകയും വീണ്ടും നിങ്ങളെ ഭൂമിയിൽ നിന്ന് അവനെ സൃഷ്ടിക്കുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാതാ. ഈ ഉരുണ്ട ഭൂമിയെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജാ. ഈ ഭൂമിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്ന ഭാഗത്തുകൂടെ നിങ്ങൾക്ക് നടന്നു പോകാൻ എങ്ങനെയാണ് അവൻ വിശാലമായ വഴികളും അതിൽ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും ജനങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തത് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നല്ലോ 14 നൂറ്റാണ്ട് മുമ്പ്. ലോകത്തെ എല്ലാ പ്രവാചകന്മാർക്കും പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ള കടന്നു വന്നത്.
യദസ്മിന്നന്തരേ മ്ലേച്ഛ ആചാരേണ സമന്വിത മഹാമതൈതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ലോകത്തെ അധർമ്മം കൊടികുത്തി വാഴുന്ന സമയത്ത് ധർമ്മം സ്ഥാപിക്കാനായി ശിഷ്യഗണങ്ങളോടൊപ്പം ഒരാൾ കടന്നു വരാറുണ്ട്. മഹാമതൈതിഖ്യാത മുഹമ്മദ് എന്ന് പുകൾ കൊള്ളുന്ന ഒരാൾ കടന്നു വരാറുണ്ടെന്ന്. ഇന്ന് ലോകത്തെ പല ചിന്തകന്മാരും ദാർശനികന്മാരും ലോകത്തെ പല ദാർശകന്മാരും ലോകത്തെ ബോധ്യപ്പെടുത്തി കടന്നുപോയതാണ്. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. അറേബ്യൻ സമൂഹത്തിലേക്കാണ് കടന്നു വന്നത്. സംസ്കാരമില്ലാത്ത അറബികളിലേക്ക്, സംസ്കാരശൂന്യരായ അറബികളിലേക്ക്. എന്തിനേറെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയിൽ മാത്രം 360ഓളം ബിംബങ്ങളെ വെച്ച് പൂജിച്ചിരുന്ന കാട്ടറബികളിലേക്കാണ് അള്ളാഹുവിന്റെ തൗഹീദുമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. കേരളത്തിലെ പ്രസിദ്ധനായ കവി ആ കാലഘട്ടത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. കണ്ടതിൽ കണ്ടതേ ഈശ്വരത്വം, കൽപ്പിച്ചു നടന്നൊടുക്കം. കണ്ടതിൽ കണ്ടതേ ഈശ്വരത്വം, കൽപ്പിച്ചു നടന്നൊടുക്കം. നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസരേബിയക്കാർ. നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസരേബിയക്കാർ. കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ കൊതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ. ഈ നിങ്ങൾ കൂപ്പും മരമല്ല, കല്ലല്ലാഹു സർവാധിക ശക്തനേകൻ. കാണുന്നതിൽ മുഴുവൻ ദൈവികത കൽപ്പിച്ചുകൊണ്ടതിൽ മുമ്പിലെല്ലാം പരിശുദ്ധമായ ശിരസ് കുനിച്ചിരുന്ന കാട്ടറബികൾക്കിടയിലേക്ക്, എന്തിനേറെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോലും 360ഓളം ബിംബങ്ങളെ വെച്ച് പൂജിച്ചിരുന്ന അറേബ്യയിലെ മക്കയിലെ കാട്ടറബികളിലേക്കാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദ് പറയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതരാകുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം അവർക്കിടയിൽ മാതൃകാപരമായി ജീവിതം നയിച്ചു. എന്നിട്ട് അവരിലേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹു നബുവത്ത് നൽകിയതിനു ശേഷം നേരെ കടന്നു വന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കടന്നു വരണേ എന്നല്ല പറഞ്ഞത്. ഈ കഅബയിലും മറ്റും വെച്ച് നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ വലിച്ചെറിയണം, റബ്ബിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്നൊറ്റയടിക്ക് പറയുകയില്ല ചെയ്തത്. മറിച്ച് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലോകത്തോടാദ്യമായി പ്രഖ്യാപിക്കാൻ പറഞ്ഞ വചനം 5 വചനങ്ങളാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ ഏകാന്തനായ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 40 വയസ്സ് പൂർത്തിയാകുന്ന സമയം മഹാനായ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ വഹീന്റെ മലക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. റബ്ബിന്റെ നിർദ്ദേശപ്രകാരം നബുവത്തുമായി കടന്നു വരികയാണ്. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിറാ ഗുഹയിലേക്ക് പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, യഖറഅ യാ നബിയല്ലാഹ്, നബിയെ നിങ്ങൾ വായിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ജിബ്രീൽ എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യഖറ, വീണ്ടും നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായന അറിയില്ല. മൂന്നാമതും ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഗതനായ ആൾ പറയുകയാണ്, യഖറഅ യാ മുഹമ്മദ്, മുഹമ്മദേ നിങ്ങൾ വായിക്കണം. ഹബീബായ നബി എപ്പോഴും പറഞ്ഞു, മാ അന ബിഖാരിഇൻ യാ ജിബ്രീൽ, ജിബ്രീൽ എനിക്ക് വായിക്കാൻ അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ലോകത്തെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ നിയോഗിതനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു നിയന്താവ്
മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ നിയോഗിതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമായി റബ്ബ് പറഞ്ഞത് ഇഖ്റ യാ മുഹമ്മദ്, മുഹമ്മദേ നിങ്ങൾ വായിക്കണമെന്ന് പറയുവാനാണ് ജിബ്രീൽ മുഖേന അല്ലാഹു കൽപ്പിച്ചത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാണ് നബി അങ്ങ് വായിക്കേണ്ടത്. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാണ് നബി അങ്ങ് വായിക്കേണ്ടത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അലഖിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. നബിയേ പേന കൊണ്ട് എഴുത്തു പഠിപ്പിച്ച നാഥനായ റബ്ബിന്റെ നാമത്തിലെന്ന് വായിക്കുക. ഇതാണ് ഹബീബായ നബിയോട് അല്ലാഹു കൽപ്പിച്ചത്. ലാത്തയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരോട്, മനാത്തയെ നമിക്കുന്നവരോട്, ഉസ്സയാണ് തങ്ങളുടെ ദൈവമെന്ന് വിശ്വസിച്ചു വരുന്നവരോട്, കാണുന്ന കല്ലുകൾക്കും മുള്ളുകൾക്കും മുമ്പിൽ നമിച്ചിരുന്നവരോട്, ഏകനായ റബ്ബിലേക്ക് കടന്നു വരാൻ നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, നിങ്ങൾ ആരാധിക്കുന്നവയെല്ലാം അല്ലാഹു എന്ന് പറയാനല്ല ആദ്യം കൽപ്പിച്ചത്. ഇഖ്റ, നിങ്ങൾ വായിക്കണമെന്നാണ്. എന്താണ് കാരണം? നിങ്ങൾ വായിക്കണം. വായനയിലൂടെ, ചിന്തയിലൂടെ, അന്വേഷണത്തിലൂടെ ജഗനിയന്താവായ റബ്ബിനെ കണ്ടെത്താമെന്ന സത്യമാണ് മുഹമ്മദുർ റസൂലുള്ള ലോകത്തോട് ആദ്യമായി പറഞ്ഞത്. ഇഖ്റ, പണ്ഡിതന്മാർ ഇവിടെ പറയുന്നു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് വായിക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് വായിക്കണമെന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടില്ല. വായിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മഹാന്മാർ രേഖപ്പെടുത്തുന്നു, എന്ത് വായിക്കണമെന്നിവിടെ പറയാതിരുന്നത് എല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുവാനാണ്. എല്ലാം വായിക്കണം. സൂര്യനെ കുറിച്ച് പഠിക്കണം, ഭൂമിയെ കുറിച്ച് പഠിക്കണം, ആകാശത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ അണ്ടകടാഹത്തിലുള്ള സർവമാന വസ്തുക്കളെ കുറിച്ചും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിധാതാവായ റബ്ബിനെ കണ്ടെത്താമെന്ന സത്യമാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് ആദ്യമായി നൽകിയത്. മഹാനായ പ്രവാചകനോട് അല്ലാഹു ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് വായിക്കണമെന്ന് മാത്രം പറഞ്ഞത്, എന്ത് വായിക്കണമെന്ന് പറയാതിരുന്നത്. അതല്ലേ ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, the deeply emotional conviction of the superior reasoning power which is revealed in the comprehensible universe forms my idea of God. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പം ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ പറയുകയാണ്. ഐൻസ്റ്റീന് ശാസ്ത്രലോകത്തിന് മറക്കാനും കഴിയില്ല. ശാസ്ത്രലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ ഈ പ്രതിഭാസങ്ങളുടെ, ഈ പ്രവർത്തനങ്ങളുടെ മുഴുവൻ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുടെ കരം എനിക്ക് കാണാനും കഴിയുന്നുവെന്ന് പറഞ്ഞു. ചില ആളുകൾ ചോദിക്കുകയാണ്, റബ്ബ് കഹാ ഹേ? എവിടെയാണ് റബ്ബ്? എവിടെയാണ് ദൈവം? देखने में वो नहीं आता है, वो नहीं है. നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ കാണട്ടെ, കാണാത്തത് കൊണ്ട് ആ ദൈവമില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. എന്നാൽ ആസുമാനോ ജമീൻ, ये चांद सूरज, ഈ ഭൂമിയും ആകാശവും, ये चांद सूरज, അതേപോലെ സൂര്യനും നക്ഷത്രങ്ങളും, അഗർ പൂछे इन सब का मालिक कौन है, ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരാണെന്ന് യഥാവിധി ചിന്തിച്ചാൽ ജവാബ് ഏക് ഹേ, ഖുദാ ഹേ, ഖുദാ ഹേ, ഖുദാ ഹേ. അല്ലാഹുവാണ് ഈ പ്രവർത്തനങ്ങളുടെ പിന്നിലെന്ന് കണ്ടെത്താൻ പ്രയാസമില്ല.
അള്ളാഹു ചിന്തിക്കാനാണ് മനുഷ്യരോട് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അങ്ങനെയുള്ള ചില വിചിന്തനീയമായ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആമുഖ ദിവസമായി ഇന്ന് റബ്ബിന് ശുക്ർ രേഖപ്പെടുത്തി നമ്മൾ ഈ വേദി അവസാനിപ്പിക്കും. ഇന്ന് തുടക്കമായതുകൊണ്ട് ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. സർവസ്തുതിയും അല്ലാഹുവിനാണ്, എല്ലാം സമർപ്പിക്കേണ്ടത് റബ്ബിനാണ്. എന്തുകൊണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു ലോകത്തെ ആദ്യം പഠിപ്പിച്ച വിഷയം അതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന്റെ നാമത്തിൽ വായിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവരാരാണ്? നിഷ്കളങ്കമായി നിങ്ങൾ ചിന്തിക്കണം. ശ്രദ്ധ വേറെ ഭാഗത്തേക്കൊന്നും പോകരുത്. ഞാൻ ഏതാനും ചില വിഷയങ്ങൾ പറയുകയാണ്. റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അള്ളാഹുവിന്റെ സാന്നിധ്യം പഠിപ്പിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം പ്രപഞ്ചനാഥനായ റബ്ബിനെ സമർപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിലൂടെ അള്ളാഹു ആദ്യം പഠിപ്പിച്ചത് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിനെ നിങ്ങൾ വായിച്ചു പഠിക്കണേ എന്നാണ്. ആരാണ് എന്റെ പ്രിയമുള്ള സഹോദര എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്? എന്റെയും നിങ്ങളുടെയും മാതാവാണോ? ഒരിക്കലുമല്ല. നമുക്കറിയാമല്ലോ, വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വേദനിച്ചു കരയുന്ന എത്രയോ ദമ്പതിമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞുകാല് കാണാൻ കരയുന്ന ദമ്പതിമാർ. എന്റെ സ്ത്രീ പുരുഷ ബന്ധമാണ് മക്കളുണ്ടാകാൻ കാരണമെങ്കിൽ, അടിസ്ഥാന കാരണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വിവാഹം കഴിഞ്ഞ എല്ലാ ദമ്പതിമാർക്കും മക്കളുണ്ടാകട്ടെ? എന്റെ സഹോദര, നിങ്ങൾ ചിന്തിക്കണം. എത്ര ആളുകളുണ്ട് വേദനിച്ചു കഴിയുന്നവർ? അള്ളാഹു പറയുകയാണ്, ഏതൊരു ദമ്പതിമാർ വിചാരിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല. സ്ത്രീ പുരുഷ ബന്ധം നടന്നാലും മക്കളുണ്ടാവുകയില്ല. മക്കളുണ്ടാകണമെങ്കിൽ സൃഷ്ടാവായ റബ്ബിന്റെ ഇറാദത്ത് വേണം. റബ്ബിന്റെ ഇറാദത്ത് വേണം. അള്ളാഹുവാണത് തീരുമാനിക്കുന്നവൻ. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണേ. എന്നെയും നിങ്ങളെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് അള്ളാഹുവാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടാവായ റബ്ബിനോട് നന്ദിയുള്ള മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബ് തീരുമാനിച്ചില്ലേ? ഞാനില്ല, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളില്ല. എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹു എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്റെ സഹോദരങ്ങൾ എന്റെ കൂടെ വരണം. ഞാൻ ചില വിഷയങ്ങൾ നിങ്ങളിലേക്ക് ഇട്ടുതരികയാണ്. ഉമ്മമാർ മനസ്സിലാക്കരുത്, ഞാൻ ചില ശാസ്ത്രീയമായ സംഗതികൾ പറയുന്നു. പക്ഷെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കാൻ, ആർക്കാണ് നമ്മൾ ജീവിതം നൽകേണ്ടതെന്ന് പറയാൻ, ആരെക്കുറിച്ചാണ് സദാസമയവും നമ്മുടെ കൽബ് മന്ത്രിക്കേണ്ടതെന്ന് പറയാൻ, ആരുടെ വിചാരമാണ് നമ്മുടെ കൽബിലുണ്ടാകേണ്ടതെന്ന് പറയാൻ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചതെന്നറിയുമോ? ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താണ് അലഖ്? അലഖ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദര, അലഖ് എന്ന് പറഞ്ഞാൽ സാധാരണ പലരും ഭാഷാന്തരം ചെയ്യാറുണ്ട്. രക്തപിണ്ഡമെന്ന്, ക്ലോട്ട് ഓഫ് ബ്ലഡ് എന്ന് പറയാറുണ്ട്. ക്ലോട്ട് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ രക്തപിണ്ഡമെന്ന് പറയാറുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല. ചിന്തിക്കണം. ഞാനും നിങ്ങളും കടന്നു വന്ന വഴിയാണ് ഞാൻ പറയുന്നത്. ആ വഴിയിൽ എന്റെ മാതാവിനോ നിങ്ങളുടെ മാതാവിനോ, എന്റെ പിതാവിനോ നിങ്ങളുടെ പിതാവിനോ ഒരു പങ്കുമുണ്ടായിരുന്നില്ല. എന്റെ സഹോദര, ഒരു പങ്കുമില്ല. എത്രയെത്ര സഹോദരങ്ങൾ അവർ മക്കൾ വേണ്ടെന്ന് വിചാരിച്ചപ്പോഴാണ് ആ ദമ്പതികളിലെ സ്ത്രീ സഹോദരി ഗർഭിണിയാകുന്നത്. വേറെ ചില ആളുകൾ എത്രയോ തവണ ഗർഭം ധരിക്കണമെന്ന് കരുതിയിട്ട് അവർ ഗർഭം ധരിക്കുന്നുമില്ല. ഇതിലൊന്നും പങ്ക് മനുഷ്യർക്കില്ലെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു. അലഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയുമോ? ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് എന്നാണ്.
അതായത് ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ ബീജം സ്ത്രീയുടെ അണ്ടത്തിലേക്ക് അണ്ടവുമായി കോട്ട് ചെയ്യുകയാണ്. ഒരു പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിയിലെ അണ്ടവും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള ഒരു പുരുഷന്റെ ഇന്ദ്രിയത്തിലുള്ള ബീജവും സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള അണ്ടവും തമ്മിൽ സംയോജിക്കുകയാണ്. 6 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് സംയോജിച്ചു പിന്നെ ഒരിക്കലും ഗർഭപാത്രത്തിൽ നിന്ന് പുറം തള്ളപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ശക്തിയായി മാറുകയാണ്. അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊരു സ്ത്രീയുടെ ഗർഭാശയത്തിന്റെയും സ്വഭാവം എന്താണെന്നറിയോ? ഗർഭപാത്രത്തിന്റെ സ്വഭാവം ഉമ്മമാരെ ശ്രദ്ധിക്കണം. ഗർഭപാത്രത്തിന്റെ സ്വഭാവം, ഗർഭപാത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു പുറത്തു നിന്ന് കടന്നാൽ അതപ്പാടെ പുറം തള്ളുക എന്നതാണ് ഗർഭപാത്രത്തിന്റെ സ്വഭാവം. എന്നാൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ അല്ലാഹു ആഗ്രഹിച്ച ഇന്ദ്രിയത്തുള്ളിയുടെ അംശം ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നപ്പോൾ അണ്ടവുമായി ഇത് സംയോജിക്കുകയും എന്നിട്ടോ ഖലഖൽ ഇൻസാന മിൻ അലഖ്, അത് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഒരു മൂലയിൽ പോയി അള്ളിപ്പിടിച്ചു നിൽക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്, ആ മുലഅത്തിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചത്. നിങ്ങൾ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പുറം തള്ളപ്പെടുമായിരുന്നു. ഗർഭപാത്രം എപ്പോഴും മനുഷ്യനെ പുറം തള്ളാനുള്ള തീവ്രമായ യത്നത്തിലാണ്. ഈ ഗർഭപാത്രത്തിലേക്ക് കടന്നത് മുഴുവൻ പുറം തള്ളാനുള്ള വ്യഗ്രതയിലാണ്. പക്ഷെ അല്ലാഹു നമ്മളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, എത്രയോ ആളുകൾക്ക് ബ്ലീഡിംഗ് ആയി ഗർഭം അലസിപ്പോകാറില്ലേ? ബ്ലീഡിംഗ് ആയി ഗർഭം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട്. എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ അല്ലാഹു ആഗ്രഹിച്ച ആ ബീജത്തെ അല്ലെങ്കിൽ ആ ഭാഗത്തെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കാൻ അല്ലാഹു സഹായിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സഹോദരി വിചാരിച്ചിട്ടാണോ, എന്റെ മാതാവ് വിചാരിച്ചിട്ടാണോ ഞാൻ എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിന്നത്? അല്ല എന്റെ സഹോദര, ഞാൻ എന്റെ സ്വന്തം കഴിവുകൊണ്ടാണോ? അല്ല, എന്നല്ല. ആ കാലം എനിക്ക് ഓർമ്മ തന്നെ ഇല്ല എന്റെ സഹോദര. റബ്ബ് പറയുകയാണ്, ആ ഘട്ടത്തിൽ നിങ്ങളെ ഉമ്മയുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കാൻ സഹായിച്ചതാരാണോ അവനാണ് അല്ലാഹു. ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനായ അല്ലാഹു. ആ റബ്ബിനെ ഉൾക്കൊള്ളണേ എന്നാണ് രാജാതിരാജനായ അല്ലാഹു ലോകത്തോട് ആദ്യമായി പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, നമ്മൾ ആർക്കാണ് വഴങ്ങേണ്ടത്? നമ്മൾ ആരെയാണ്, ആരുടെ നിയമത്തിന് മുമ്പിലാണ് നമ്മൾ പൂർണ്ണമായി നമ്മൾ ശിരസ്കരാവേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം. റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും എഴുതിയും വായിച്ചും പഠിക്കാൻ മനുഷ്യനോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, നമ്മൾ കടന്നു വന്ന വഴിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ അള്ളിപ്പിടിച്ചു നിന്നു. ഉമ്മയുടെ ഗർഭപാത്രം പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചപ്പോഴും നമ്മൾ പുറത്തുപോയില്ല. അങ്ങനെ പുറത്തുപോയെങ്കിൽ നമ്മൾ രക്തസ്രാവമായി പുറത്തേക്ക് ഒഴിഞ്ഞു പോകുമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ ചിന്തിക്കുവാൻ റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹി പറയുന്ന അഹദുകും യജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ ثم يكون علقة ثم يكون مضغة. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കിടക്കുന്ന ഇന്ദ്രിയത്തുള്ളിയായി പ്രവേശിക്കുന്നു. പിന്നീട് അത് മുളഅത്താകുന്നു, രക്തപിണ്ഡമാകുന്നു. ثم يكون مضغة, പിന്നെ അത് മാംസപിണ്ഡമാകുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു എല്ലുകളെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ആ എല്ലുകളെ മാംസം വന്ന് പൊതിയുന്നു. അങ്ങനെ അത് മറ്റൊരു സൃഷ്ടിയായി മാറുകയാണ്, മനുഷ്യൻ എന്ന സൃഷ്ടിയായി മാറുകയാണ്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊരു മനുഷ്യ കുഞ്ഞിന്റെ രൂപം പ്രാപിച്ചതിന് ശേഷം നമുക്കാവശ്യമായ സംവിധാനങ്ങളെല്ലാം നമ്മുടെ ഗർഭപാത്രത്തിൽ ചെയ്തു തന്നവനാണ് അല്ലാഹു.
ഒരാളും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലല്ലോ. അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? ലോകത്തൊരാളും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അല്ലാഹുവല്ലാതെ. ഒരു കുട്ടിക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു അല്ലാഹു. റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്തവനല്ലാതെ ഈ അനുഗ്രഹത്തിന്റെ അവകാശവാദം ഉന്നയിച്ച ഒരാളുമില്ല എന്റെ സഹോദര. എന്റെ നേരെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉമ്മയുടെ ശരീരത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയ അല്ലാഹു സൂക്ഷിച്ചു വെച്ചു. ഏതാണത്? ഫീ ദുൽമാതിൻ സലാസ് യഖ്ലുഖും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖ് ഫീ ദുൽമാതിൻ സലാസ് ذلكم الله ربكم له الملك لا إله إلا هو فأنا تصرفون. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, 3 ഇരുട്ടിലായ അല്ലാഹു നമ്മളെ സൂക്ഷിച്ചു നിർത്തി. ഏതാണ് 3 ഇരുട്ട്? ഒന്ന് ഉമ്മയുടെ വയറാൻ, മറ്റൊന്ന് ഗർഭപാത്രത്തിന്റെ ഇരുട്ടാണ്. ഒന്ന് വയറിന്റെ ഇരുട്ട്, മറ്റൊന്ന് ഗർഭപാത്രത്തിന്റെ ഇരുട്ട്. മൂന്നാമത്തെ ഇരുട്ടേതാണ്? മൂന്നാമത്തെ ഇരുട്ട് ഗർഭപാത്രത്തിന്റെ അന്തർഭാഗത്ത് കുഞ്ഞെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ട്. ആ ബ്ലാഡറിന്റെ ഇരുട്ടാണ്. ഫീ ദുൽമാതിൻ സലാസ് 3 ഇരുട്ടുകളിൽ നിങ്ങളെ സൂക്ഷിച്ചു വളർത്തി നിങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥ വന്നപ്പോ വളരെ പ്രയാസകരമായ വഴിയിലൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവനാണ് അല്ലാഹു. എന്റെ പ്രിയമുള്ളവരെ, ഇതിലാർക്കെങ്കിലും വല്ല കഴിവുമുണ്ടോ? റബ്ബിനല്ലാതെ നമ്മൾ ആർക്കാണ് നമ്മെ സമർപ്പിക്കേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സർവവും സമർപ്പിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ഉമ്മയുടെ ഗർഭപാത്രത്തിലായപ്പോ നമുക്ക് ചെവിയുണ്ട്, പക്ഷെ കേൾക്കാനും കഴിവില്ല. നാമുണ്ട്, പക്ഷേ സംസാരിക്കാനും കഴിവില്ല. എന്തിനേറെ കണ്ണുണ്ട്, പക്ഷേ കാണാനും കഴിവില്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നപ്പോഴേക്ക് കേൾവി ഇവിടെ ആവശ്യമാണ്. ആ സെക്കൻഡ് മുതൽ നമ്മൾ കേട്ടു തുടങ്ങി, ആ സെക്കൻഡ് മുതൽ നമ്മൾ കണ്ടു തുടങ്ങി. ആരാണ് നമുക്ക് കേൾവി തന്നത്? നമ്മുടെ മാതാവാണോ? എന്റെ സഹോദര, ഒരു മാതാവും വിചാരിച്ചാൽ തന്റെ കുഞ്ഞിന് കാഴ്ച കൊടുക്കാനും കഴിയില്ല. ഒരു പിതാവ് വിചാരിച്ചാലും തന്റെ കുഞ്ഞിന് കേൾവി ശക്തി നൽകാനും കഴിയില്ല. അതാരാണെന്നറിയുമോ? അല്ലാഹുവാണ് എന്റെ സഹോദര, അതിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് കണ്ണ് നമ്മൾ നൽകേണ്ടത് റബ്ബിനാണ്, ചെവി കേൾവി നമ്മൾ നൽകേണ്ടത് റബ്ബിനാണ്, നാവ് നമ്മൾ നൽകേണ്ടത് റബ്ബിനാണ്, ശരീരം മുഴുക്കയും സമർപ്പിക്കേണ്ടതും റബ്ബിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ഭൂമിയിൽ എന്തെല്ലാം സംവിധാനം! ഏതാനും ചെറിയ കാര്യങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എന്തെല്ലാം സംവിധാനം! എണ്ണിയാൽ ഒതുങ്ങാത്ത സംവിധാനം എന്റെ സഹോദര ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമിയും മണ്ഡകടാഹവും മനുഷ്യനനുസൃതമായ അല്ലാഹു സംവിധാനിച്ചു. പടച്ചറബ് അങ്ങനെയല്ലേ പറഞ്ഞത്? വൽ അർള വദഅഹാ ലിൽ അനാം. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്തു. എപ്പോ? ഈ മനുഷ്യരുടെ ആദ്യ പിതാവ് ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ മഹാനായ അബൂൽ ബശർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചത്തെ അല്ലാഹു മനുഷ്യന് വേണ്ടി സംവിധാനിക്കുകയാണ്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പഠിപ്പിക്കുകയാണ് നമ്മെ. ഭൂമിയെയും മണ്ഡകടാഹത്തെയും അല്ലാഹു സംവിധാനിച്ചു. പണ്ടുകാലത്ത് ശാസ്ത്രം ഈ വിഷയം സമ്മതിക്കുന്നുണ്ടല്ലോ. ആദ്യം ഭൂമിയും ആകാശവും നമ്മൾ കാണുന്ന സൂര്യനക്ഷത്രാദികളെല്ലാം ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നുവത്രേ. ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നു. ഇതാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. പിന്നീട് അതിൽ സ്ഫോടനം സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടത് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവലം യറല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർള കാനതാ റതഖാ ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അന്നസ്സമാവാതി വൽ അർള കാനതാ റതഖാ. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് എന്റെ സഹോദരങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആകാശഭൂമികളെല്ലാം ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നുവത്രേ.
ഫഫതഖനാഹുമാ, എന്നിട്ടൊരു സുപ്രഭാതത്തിലെ ആകാശഗോളങ്ങളെ നമ്മൾ വേർപ്പെടുത്തി. ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുമിനൂൻ. എന്നിട്ട് പിന്നീട് നാം ആകാശഭൂമികളെ വേർപ്പെടുത്തിയിട്ട് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു. ശാസ്ത്രവും ഇത് തന്നെയാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഇതെല്ലാം ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നു നാം. ബിഗ് ബാങ് തിയറി എന്ന് പറയും, മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പറയും. ശാസ്ത്രത്തിന് ഒരുപാട് നിഗമനങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ചില നിഗമനങ്ങളിൽ ശാസ്ത്രം പറയുന്നത് ആകാശവും ഭൂമിയൊക്കെ ഒരു പുക പോലെ പുകപടലങ്ങളായിരുന്നുവെന്നാണ്. പുകപടലങ്ങളായിരുന്നു. എന്നാൽ ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് ആകാശഭൂമികളൊക്കെ ഒട്ടിച്ചേർന്ന് ഒറ്റ പിണ്ഡമായിരുന്നുവെന്നാണ്. ശാസ്ത്രം പറയുന്നു അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിച്ചാണ് പ്രപഞ്ചമുണ്ടായത്. ഇത് പറയുന്ന ശാസ്ത്രത്തോട് ഈ പൊട്ടിത്തെറി നടത്തിയതാരാ എന്ന് ചോദിച്ചു നോക്കൂ. ശാസ്ത്രത്തിന് മറുപടിയില്ല. എന്റെ പ്രിയമുള്ള സഹോദര, കണ്ണൂർ ജില്ലയിലല്ലേ നമ്മൾ താമസിക്കുന്നത്? എവിടെ ഒരു ശബ്ദം കേട്ടാലും, ഒരു ബോംബ് പൊട്ടിയ ശബ്ദം കേട്ടാലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തെരയുന്ന ജില്ലയാണല്ലോ നമ്മുടെ ജില്ല. എന്നാൽ ലോകത്ത് ഇന്ന് വരെ തുല്യതയില്ലാത്തൊരു മഹാവിസ്ഫോടനം സംഭവിച്ചിട്ട് ആ വിസ്ഫോടനത്തിന്റെ പിന്നിൽ ആരുമില്ലെന്ന് പറയുന്നതിലപ്പുറം വലിയ വിഡ്ഢിത്തം എന്താണ് എന്റെ സഹോദര? അല്ലാഹു പറയുകയാണ് ഫഫതഖനാഹുമാ, ആ സ്ഫോടനം സംഭവിപ്പിച്ചത് നമ്മളാണ്. ഫഫതഖനാഹുമാ, അങ്ങനെ ഒട്ടിച്ചേർന്ന ആ പിണ്ഡത്തെ നമ്മൾ വേർപ്പെടുത്തി. ആകാശമുണ്ടായി, സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി, നക്ഷത്രങ്ങളുണ്ടായി. അങ്ങനെ ഈ വിശാലമായ പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അല്ലാഹു പറയുകയാണ് ആ വിസ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഞാനാണ്. ലോകത്ത് റബ്ബല്ലാതെ വേറൊരാളും ആ വിസ്ഫോടനത്തിന്റെ അവകാശം ഉന്നയിച്ചിട്ടില്ല. അല്ലാഹു അല്ലാതെ വേറൊരാളും ആ വിസ്ഫോടനത്തിന്റെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു പ്രപഞ്ചത്തെ സംവിധാനിക്കുകയാണ് മനുഷ്യന് വേണ്ടി. ഈ പ്രപഞ്ചം എന്ന് സംവിധാനിക്കപ്പെട്ടു എന്ന ഉത്തരം പോലും പറയാൻ ലോകത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 10,000 കോടി വർഷമായി എന്നാണ് ചില ആളുകൾ പറയുന്നത്. പ്രപഞ്ചം ഉണ്ടായിട്ട് 10,000 കോടി വർഷമായി. വേറെ ചില ആളുകൾ പറയുന്നത് 13,000 കോടി വർഷമായി എന്നാണ്. വേറെ ചില ശാസ്ത്ര സിദ്ധാന്തം 15,000 കോടി വർഷമെന്നാണ്. എന്നാൽ വേറെ ചില ആളുകൾ പറയുന്നത് 18,000 കോടിയും 20,000 കോടിയുടെ ഇടക്കാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്തുണ്ടായെന്ന് പോലും പറയാൻ കഴിയാത്തവരാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരാളുമില്ല എന്ന അഹങ്കാരത്തിന്റെ വാദവുമായി കടന്നു വരുന്നത്. സമ്മതിക്കാനും കഴിയുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുകയാണ്. ആർക്ക് വേണ്ടി? മനുഷ്യന് വേണ്ടി. അല്ലാഹു പ്രപഞ്ചത്തെ സംവിധാനിച്ചു. പ്രപഞ്ചത്തിൽ അല്ലാഹു തന്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നിടത്ത് പറയുന്നുണ്ട്. ആദ്യമായി റബ്ബ് ആകാശങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു എണ്ണുന്നുണ്ട്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശങ്ങളെ നമ്മൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആകാശം എങ്ങനെയുണ്ടായി? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഒരു ചെറിയ പന്തൽ ഇവിടെ താങ്ങി നിർത്താൻ 4 കാലുകൾ കുഴിച്ചിട്ടിട്ടില്ലേ? എന്നാൽ വിശാലമായി ആകാശം. ഈ ആകാശത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു തൂണുകൾ കാണുന്നുണ്ടോ? ഒരു തൂണ് പോലും മനുഷ്യനെ കാണാനും കഴിയില്ല. ഈ തൂണുകളില്ലാതെ വിശാലമായ പ്രപഞ്ചം എങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, ലോകമേ നിങ്ങൾ പറ, ആരാണ് തൂണില്ലാതെ ആകാശത്തെ ഉയർത്തി നിർത്തിയത്? എന്നിട്ട് റബ്ബ് തന്നെ പറയുന്നു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മളാണ്. ആകാശത്തെ തൂണില്ലാതെ ഉയർത്തി നിർത്തിയതും നമ്മൾ തന്നെയാണ്. ശാസ്ത്രം പറയാൻ 7 ആകാശമുണ്ട്. ശ്രദ്ധിക്കണം. ചില മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 7 ആകാശമുണ്ടത്രേ. ആകാശം ഭൂമിയെ ആകമാനം ആവരണം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്.
ആ ഒന്നാം ആകാശത്തിനപ്പുറം രണ്ടാം ആകാശമുണ്ട്, രണ്ടാം ആകാശത്തിനപ്പുറം മൂന്നാം ആകാശമുണ്ട്. അങ്ങനെ 7 ആകാശമുണ്ടെന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയാകമാനം ആവരണം ചെയ്തു നിൽക്കുന്ന ഒന്നാം ആകാശം, അവിടെ നിന്ന് 500 കൊല്ലം സഞ്ചരിച്ചാലാണത്രേ രണ്ടാം ആകാശം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ ആകാശത്തിനും ഇടക്ക് 500 കൊല്ലത്തെ വഴി ദൂരമുണ്ടത്രേ. ആരാ ഇത് പറയുന്നത്? ശാസ്ത്ര നിരീക്ഷണം നടത്ത നബിയല്ല, ആകാശ ലോകങ്ങളിലൂടെ സഞ്ചരിച്ചു പോയ മുഹമ്മദ് മുസ്തഫ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. ആകാശ ലോകങ്ങളിലൂടെ സഞ്ചരിച്ചു പോയ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓരോ ആകാശത്തിനും ഇടക്ക് 500 കൊല്ലത്തെ വഴി ദൂരമുണ്ടത്രേ. അങ്ങനെ 7 ആകാശം. ആ 7 ആകാശങ്ങൾ എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത്? നമ്മുടെ കെട്ടിടങ്ങൾക്ക് നമ്മൾ മേൽക്കൂരയുണ്ടാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും വീടായ, നമ്മുടെ എല്ലാവരുടെയും വാസസ്ഥലമായ ഭൂമിക്ക് അല്ലാഹു സൃഷ്ടിച്ച മേൽക്കൂരയാണ് ആകാശമെന്ന ഖാലല്ലാഹു അസ്സ വജൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, മേൽക്കൂരയാണ് ആകാശം. എന്താ കാരണം? ആകാശത്തിന് മുകളിൽ ഒരു സൃഷ്ടിയുണ്ടത്രേ. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, സിദ്റത്തുൽ മുൻതഹ എന്നാണ് ആ സൃഷ്ടിയുടെ പേര്. മേൽഭാഗത്ത് നിന്നൊരു വസ്തുവും താഴോട്ട് വരാൻ അനുവദിക്കുകയില്ലത്രേ. മേൽഭാഗത്ത് നിന്ന് വല്ല വസ്തുക്കളും താഴോട്ട് വരികയാണെങ്കിൽ അതവിടെ ആകാശങ്ങളിൽ പിടിച്ചു വെക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. താഴോട്ടത് വന്ന് നേരെ പതിക്കുകയാണെങ്കിൽ ഭൂമിയാകമാനം കത്തിച്ചാമ്പലായി പോകും. അതുണ്ടാകരുത്. ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം സ്വസ്ഥമാകണം. അതിനല്ലാഹു ചെയ്ത പണി ആകാശമാകുന്ന മേൽക്കൂരയെ സൃഷ്ടിച്ച് ഭൂമി അല്ലാഹു ഭദ്രമാക്കി നിർത്തിയിരിക്കുകയാണ്. ലോകമേ, ദൈവമില്ലെന്ന് പറയുന്നവരെ, ഈ പ്രപഞ്ചത്തിൽ there is no God, ഒരു ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നവരെ, ആരാണ് ഈ ആകാശങ്ങളെ മേൽക്കൂരയായി സൃഷ്ടിച്ചത്? ഇത് പ്രകൃതിയാ ഉണ്ടായതാണോ? റബ്ബിന്റെ ചോദ്യം ഗണഗംഭീരമായ ശൈലിയിലാണ്. അല്ലാഹു ചോദിക്കുന്നത് ഗണഗംഭീരമായ ശൈലിയിലാണ്. ആരാണ് ഈ 1-ാം ആകാശം മുതൽ 7 ആകാശം വരെയുള്ള ആകാശങ്ങളെ ഭൂമിക്ക് ഭദ്രമായ മേൽക്കൂരയായി സൃഷ്ടിച്ചത്? എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്. റബ്ബ് ഓരോ സെക്കൻഡിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. മേൽപോട്ട് നോക്കുമ്പോ ആകാശം കാണുകയില്ലാതെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആകാശത്തിലൂടെ ആകാശത്തിന് താഴ്ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന സൂര്യനെ കാണുമ്പോ എന്താണ് ഇതിന് പിന്നിലുള്ള തത്വമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ രാജാതിരാജനായ റബ്ബ് പഠിപ്പിക്കുകയാണ്, എന്റെ സഹോദര, വിശാലമായ കത്തിജ്വലിക്കുന്ന സൂര്യനില്ലേ, ഭൂമിയുടെ 3.33 ഇരട്ടി വലിപ്പമുള്ള ഗോളമാണത്രേ സൂര്യൻ. ഭൂമിയെക്കാളും 3.5 ഇരട്ടി, ഏകദേശം 3.5 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. ഈ സൂര്യൻ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് ഈ സൂര്യൻ കത്തിജ്വലിക്കുന്നത്? ശാസ്ത്രലോകം പറയുന്നത് ഈ സൂര്യനില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. സൂര്യനില്ലെങ്കിൽ എനിക്കും ജീവിക്കാൻ കഴിയില്ല. ശാസ്ത്രം അതിന് തെളിവ് പറയുന്നുണ്ട്. ഒരു ചെടിയെടുത്ത് നിങ്ങൾ തീരെ സൂര്യപ്രകാശം വരാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി, ഇരുട്ടുള്ള ഒരു മുറിയിൽ കൊണ്ടുപോയി നിങ്ങൾ വെച്ചു നോക്കൂ, ആ ചെടി വളരുകയില്ല. അത് ഉണങ്ങി തകർന്നു പോകും, നശിച്ചു പോകും. എന്താ കാര്യം? ഭൂമിയിലുള്ള ഏതൊരു സസ്യലതാദി വളരണമെങ്കിലും അതിന് സൂര്യപ്രകാശം ആവശ്യമാണ്. ശാസ്ത്രം പഠിപ്പിക്കുന്നു, പ്രോട്ടോപ്ലാസം, സൂര്യന്റെ പ്രകാശം തട്ടിയാൽ മാത്രമേ ചെടികൾ വളരുകയുള്ളൂ. ഉമ്മമാർക്കറിയില്ലേ, നമ്മൾ മത്തങ്ങയുടെ കുരു കൊണ്ടുപോയി കുഴിച്ചിടുമ്പോ നമ്മൾ വെയിലുള്ള സ്ഥലം നോക്കിയാണ് കൊണ്ടുപോയി കുഴിച്ചു മൂടാറുള്ളത്. കാരണം കൂടുതൽ ഖനികൾ, പഴങ്ങൾ അതിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടി. എന്താ കാരണം? സൂര്യപ്രകാശമില്ലാതെ ഭൂമിയിൽ ഒരു ചെടി പോലും മുളക്കുകയില്ല. എന്റെ പ്രിയമുള്ളവരെ,
ഇത് പറയുന്ന ശാസ്ത്രത്തോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരാണ് സൂര്യന് പ്രകാശം കൊടുത്തത്? ലോകത്ത് ഇന്നുവരെ ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ ഞങ്ങളാണ് സൂര്യന്റെ പ്രകാശം കൊടുത്തതെന്ന്? ലോകത്ത് ധിക്കാരികളായ അമേരിക്ക പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാണെന്ന്? റഷ്യയുടെ ശാസ്ത്രജ്ഞന്മാർക്ക് വാദമുണ്ടോ ഞങ്ങളാണെന്ന്? എന്തേറെ റഷ്യയോടും അമേരിക്കയോടും ഒപ്പം മത്സരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയിലെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാണ് സൂര്യന് പ്രകാശം കൊടുത്തതെന്നില്ല. ഒരേ ഒരാൾ മാത്രമാണ് അതിന് വാദഗതി ഉന്നയിച്ചത്, അതിന്റെ അവകാശം ഉന്നയിച്ചത്. അതൊരുത്തനാണ് എന്റെ സഹോദര. വജഅല ശംസ സിറാജാ, സൂര്യന് പ്രകാശം നൽകിയത് അല്ലാഹുവാണ്. ഭൂമിയിലെ മനുഷ്യർക്ക് സസ്യലതാദികൾ മുളപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായ സൂര്യപ്രകാശം സൂര്യന് നൽകിയത് അല്ലാഹുവാണ്. അല്ലാഹുവാൻ റബ്ബ് പറയാൻ ഞാനാണ്. വജഅല ശംസ സിറാജാ. എന്റെ പ്രിയമുള്ളവരെ, വീണ്ടും ചിന്തിച്ചു നോക്കൂ. ശാസ്ത്രം തന്നെ പറയാം, ഈ സൂര്യൻ 12 മണിക്കൂർ കഴിഞ്ഞാൽ പോയി അസ്തമിക്കുന്നു. പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നു. ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞാൽ. പകലിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ അസ്തമയമാണല്ലോ. അപ്പോഴാണല്ലോ രാത്രി വരുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ രാത്രി വന്നു. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം, ഈ സൂര്യൻ അസ്തമിക്കാതെ 24 മണിക്കൂറും സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്ക് നിൽക്കുകയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമി അതിശക്തമായ ചൂടുകൊണ്ട് ചുട്ടുപടുത്ത ചെമ്പിന്റെ തകിട് പോലെയായി മാറും. ഇന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇന്നത്തെ ചൂടൊക്കെ എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഉച്ചക്കൊക്കെ ഉള്ള ചൂട്, ഈ സൂര്യൻ അസ്തമിക്കാതെ, ഒരു കാലത്തും അസ്തമയമില്ലാതെ നട്ടുച്ച സമയത്തുള്ളതുപോലെ സൂര്യൻ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ മനുഷ്യ ജീവൻ മുഴുവൻ കരിഞ്ഞുണങ്ങിപ്പോകുമായിരുന്നു. മനുഷ്യ ശരീരം മുഴുവൻ, ഒരു ജന്തു ജീവജാലവും ഈ ഭൂമിയിൽ ശേഷിക്കുമായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 12 മണിക്കൂർ കഴിഞ്ഞാൽ ഈ സൂര്യനെ കൊണ്ടുപോയി അസ്തമിപ്പിച്ചു കളയുകയാണ്. സൂര്യനില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. കാരണം സൂര്യപ്രകാശം ഉണ്ടായെങ്കിലേ സസ്യലതാദികൾ വളരുകയുള്ളൂ. എന്നാൽ ഈ സൂര്യപ്രകാശം സദാസമയവും നിലനിന്നാലോ മനുഷ്യ ജീവനത് ഹാനികരമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ സൂര്യനെ കൊണ്ടുപോയി അസ്തമിപ്പിച്ചു കളയുന്നു. രാത്രി അല്ലാഹു പകൽ ചൂട് പിടിച്ച ഭൂമി അല്ലാഹു തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭൂമി തണുപ്പിക്കുകയാണ്. നമ്മൾ കടന്നുറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി അല്ലാഹു പ്രപഞ്ചത്തിലെ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഭൂമി ഇപ്പൊ തണുപ്പിക്കുന്നത്? രാവിലെ വീണ്ടും സൂര്യനെ കൊണ്ടുവരാൻ. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്? ലോകത്താരെങ്കിലും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, 2 കിഴക്കിന്റെയും 2 പടിഞ്ഞാറിന്റെയും നാഥനായ അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രവർത്തനത്തിന് പിന്നിലുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം സുഖകരമായി തീരുവാൻ വേണ്ടി അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. പോകട്ടെ എന്റെ സഹോദര, ശാസ്ത്രം പറയുന്നത് ഈ സൂര്യൻ ഭൂമിയിൽ നിന്നൊരു നിശ്ചിത അകലത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന. ഒരു നിശ്ചിത അകലത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഒരൽപ്പമങ്ങാനും സൂര്യൻ ഭൂമിയോടടുക്കുകയായിരുന്നുവെങ്കിൽ ഭൂമി കത്തിച്ചാമ്പലായി പോകുമായിരുന്നു. എന്നാലോ ഒരൽപ്പമങ്ങാനും സൂര്യൻ മേൽപോട്ട് പോവുകയാണെങ്കിലോ അതിശക്തമായ തണുപ്പ് കൊണ്ട് ഭൂമി തണുത്തുറഞ്ഞ് ഭൂമിയിലെ ജീവജാലങ്ങൾ നശിച്ചു പോകുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് സൂര്യനെ മേൽപോട്ട് പോകാൻ അനുവദിക്കാതെ താഴോട്ട് വരാനും അനുവദിക്കാതെ ഒരു നേർരേഖയിലൂടെ സൂര്യനെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാരാ? എനിക്കും നിങ്ങൾക്കും ആവശ്യമായ രീതിയിൽ ആ സൂര്യനെ നമുക്ക് വേണ്ടി ഈ രീതിയിൽ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തഖദീറുൽ അസീസിൽ അലീം, സർവജ്ഞനായ അതേപോലെ പ്രതാപശാലിയായ അല്ലാഹുവാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ റബ്ബിനെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയുമെന്ന് പ്രിയമുള്ള സഹോദര? ഈ റബ്ബിനല്ലേ നമ്മളെല്ലാം സമർപ്പിക്കേണ്ടത്. ഇനിയും ഞാൻ കടന്നു വരാം. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതം മുഴുവൻ അല്ലാഹുവിനെ സമർപ്പിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. അണ്ടകടാഹത്തിന്റെ മുഴുവൻ സംവിധാനവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഓരോ സെക്കൻഡിലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് പരമാധികാരിയായ അല്ലാഹു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ശാസ്ത്രം തന്നെ പഠിപ്പിക്കുകയാണ്, സൂര്യനിൽ നിന്ന് 3-ാം സ്ഥാനത്താണ് ഭൂമി നിലകൊള്ളുന്നത്. ശ്രദ്ധിക്കണം,
സൂര്യനിൽ നിന്ന് 3-ാം സ്ഥാനത്താണ് ഭൂമി നിലകൊള്ളുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി. ബുധൻ, ശുക്രൻ, ഭൂമി എന്നാണ് എണ്ണാറുള്ളത്. 3-ാം സ്ഥാനത്താണ് ഭൂമി. എന്റെ ഭൂമി 3-ാം സ്ഥാനത്തായത്? 1-ാം സ്ഥാനത്ത് ബുധന്റെ സ്ഥാനത്തായിരുന്നു ഭൂമിയെങ്കിൽ ഭൂമി ഉണ്ടാകുമായിരുന്നില്ല. അത്രമാത്രം ചൂട് ഭൂമിക്ക് താങ്ങി നിർത്താനും കഴിയില്ല. അങ്ങനെ ഇനി ഭൂമിക്ക് താങ്ങി നിർത്താൻ കഴിഞ്ഞാൽ തന്നെ മനുഷ്യനാ ചൂട് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭൂമിയെ 3-ാം സ്ഥാനത്തേക്ക് പടച്ചതമ്പുരാൻ മാറ്റി നിർത്തിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ. ഇനിയും നിങ്ങൾ വരൂ, സൂര്യനെ കുറിച്ചല്ലേ നമ്മ ഇപ്പൊ പറഞ്ഞത്. ഇനി നേരെ നമുക്കൊന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എന്റെ കൂടെ ചിന്തിച്ചു വരണം. ഞാൻ ചില വിചിന്തനീയമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഭൂമിയുടെ മുകളിൽ ഈ സംവിധാനം ചെയ്യുന്ന റബ്ബിനെ മറന്ന് നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ അനതിവിദൂരമായിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അലം നജ്അലിൽ അർള മിഹാദാ والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا അലം നജ്അലിൽ അർള മിഹാദ. മനുഷ്യരെ, ഭൂമിയെ നിങ്ങൾക്ക് മിഹാദ, തൊട്ടിൽ പോലെയാക്കി തന്നില്ലയോ? ഭൂമിയെ തൊട്ടിൽ പോലെയാക്കി തന്നില്ലയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചിന്തിക്കണം. ഭൂമിയുടെ മുകൾ ഭാഗം തൊട്ടിൽ പോലെയാണ്. ഭൂമിയുടെ അന്തർഭാഗമോ, ഭൂമിയുടെ ഉൾഭാഗത്തുള്ളത് ശക്തമായ തീജ്വാലകളാണ്. അതേപോലെ ശക്തമായ ലാവകളാണ് ഭൂമിയുടെ അന്തർഭാഗത്തുള്ളത്. അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ലേ, അഗ്നിപർവ്വതം പൊട്ടിയെന്ന്. അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ഈ വാതകങ്ങളൊക്കെ പുറത്തേക്ക് വരാറുണ്ട്. ഭൂമിയുടെ അന്തർഭാഗം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഊഷ്മാവ് കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാലോ എന്റെ പ്രിയമുള്ള സഹോദര, ഭൂമിയുടെ മുകൾ ഭാഗമാണെങ്കിലോ നല്ല സുന്ദരമായ തൊട്ടിൽ പോലെ ഭൂമിയുടെ അന്തർഭാഗത്താണ് മനുഷ്യൻ ആവശ്യമുള്ള പല വസ്തുക്കളെയും അല്ലാഹു അടക്കം ചെയ്തത്. ഭൂമിയുടെ മുകൾ ഭാഗം മനുഷ്യനെ കൃഷി ചെയ്ത് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ, വീടുകളെടുത്ത് താമസിക്കാൻ അനുയോജ്യമായ രീതിയിൽ അല്ലാഹു സംവിധാനിച്ചു. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ലോകത്ത് ഇന്നുവരെ ഒരാളും ബാധിച്ചിട്ടില്ല. ഈ സംവിധാനത്തിന് പിന്നിലൊക്കെ ഞാനുണ്ടെന്ന് അല്ലാഹുവല്ലാതെ ലോകത്തൊരു ശക്തിയും ഇന്നുവരെ ഇതിന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ആ റബ്ബിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയാനാണ് ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. മനുഷ്യന് ഇരുമ്പ് വേണം, ഇരുമ്പ് ഭൂമിയിലുണ്ട്. മനുഷ്യന് സ്വർണം വേണം, സ്വർണത്തിന്റെ ഖനികൾ ഭൂമിയിലുണ്ട്. ഇരുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കും. മനുഷ്യൻ ആവശ്യമുള്ള സ്വർണവും ഇരുമ്പുമാണ് ഭൂമിയുടെ മുകൾ ഭാഗത്ത് അല്ലാഹു സംവിധാനിച്ചതെങ്കിൽ ചൂടേക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂട് പിടിക്കും ഇരുമ്പ് ചൂട് പിടിച്ചാൽ പിന്നെ മനുഷ്യനെ ചവിട്ടി നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പക്ഷെ ഇരുമ്പ് മനുഷ്യനാവശ്യമുണ്ട്, സ്വർണം മനുഷ്യനാവശ്യമുണ്ട്. പക്ഷെ ആ ഖനികളൊക്കെ ഭൂമിയുടെ അന്തർഭാഗത്ത് അല്ലാഹു സംവിധാനിച്ചു. ആവശ്യമുള്ളവർക്ക് അത് കുഴിച്ചെടുക്കാം. ഭൂമിയുടെ ഉപരിഭാഗമോ മുകൾ ഭാഗമോ, ഭൂമിയുടെ ഉപരിഭാഗം മനുഷ്യനെ ജീവിക്കാൻ, കൃഷി ചെയ്ത് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനമാണ് അല്ലാഹു ഭൂമിയുടെ മുകൾ ഭാഗത്ത് ചെയ്തത്. അലം നജ്അലിൽ അർള മിഹാദ. ഭൂമിയെ നാം നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലയോ? മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഭൂമിയിൽ അല്ലാഹു ചെയ്തു വെച്ചു. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വീണ്ടും പഠിപ്പിക്കുകയാണ്, ഈ ഭൂമി ഉള്ളത് വെള്ളത്തിന് മുകളിലാണ്. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഈ ഭൂമി ഉള്ളത് വെള്ളത്തിന് മുകളിലാണ്. വെള്ളത്തിന് മുകളിലുള്ള വസ്തു എപ്പോഴും ചാഞ്ഞും ചെരിഞ്ഞും അത് തലകീഴയായി മറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. വെള്ളത്തിന് മുകളിലുള്ള ഭൂമി തലകീഴയായി മറിഞ്ഞാൽ ഞാനും നിങ്ങളും വെള്ളത്തിൽ മുങ്ങി ചത്തുപോകും. ഞാനും നിങ്ങളും വെള്ളത്തിൽ മുങ്ങി ജീവഹാനി സംഭവിച്ചു പോകും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വെള്ളത്തിന് മുകളിൽ സൃഷ്ടിച്ച ഭൂമിയെ വെള്ളത്തിന് മുകളിൽ അടിച്ചുറപ്പിച്ചു നിർത്താൻ അല്ലാഹു ഉപയോഗിച്ച സംവിധാനം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൽ ജിബാല ഔതാദാ.
പിടിച്ചുറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. നമ്മൾ കാണുന്ന പർവ്വതങ്ങൾ ഭൂമിയുടെ ആണികളാണ്. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ മോറീസ് ബുഖായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, ഭൂമിയുടെ അടിഭാഗം മുതൽ തന്നെ ഈ പർവ്വതത്തിന്റെ അസ്ഥിവാരങ്ങൾ തുടങ്ങുന്നുണ്ട്. അതായത് ആണി അടിച്ചുറപ്പിച്ചു നിർത്തിയതാണ് ഭൂമിയെ. എന്തിനലി അല്ലാ തമീദബിക്കും, നിങ്ങളെയും കൊണ്ട് ഭൂമി ആടി ഉലയാതിരിക്കാൻ. ഭൂമി ആടി ഉലഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം താറുമാറാകും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കാറില്ലേ പല സ്ഥലങ്ങളിലും ഭൂകമ്പമുണ്ടായെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാണോ ഭൂമിയെ നമുക്ക് പിടിച്ചു നിർത്തി തരുന്നത്, ആരാണോ ആകാശത്തെ മേൽക്കൂരയെ പോലെ നിർത്തി തന്നത്, ആരാണോ എന്റെ സഹോദര സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് ആവശ്യമായ രീതിയിൽ സംവിധാനിച്ചത്, ആ റബ്ബിനല്ലേ നമ്മൾ വഴിപ്പെടേണ്ടത്. ആ റബ്ബിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിതം നയിക്കേണ്ടത്. ആ റബ്ബിന്റെ നിയമങ്ങളല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിനോട് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അണ്ടകടാഹത്തിലെ മുഴുവൻ സംവിധാനവും എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് സഹോദര. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ശാസ്ത്രലോകത്തിന് ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. തത്വചിന്തക്ക് ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ തങ്ങളുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, പർവ്വതങ്ങൾ ഉണ്ടല്ലോ, ഭൂമിയിലെ ഉയർന്ന പർവ്വതങ്ങൾ. ഈ പർവ്വതങ്ങൾ ചെയ്യുന്ന മറ്റൊരു പണിയുണ്ട്. എന്താ പർവ്വതങ്ങൾ ചെയ്യുന്ന പണി? മഴക്കാലത്ത് മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പർവ്വതങ്ങൾ വെള്ളം പിടിച്ചു വെക്കുമത്രേ. വെള്ളം മുഴുവൻ പർവ്വതങ്ങൾ പിടിച്ചു വെക്കുമെന്നിട്ടോ. എന്നിട്ട് ആ മലയുടെ താഴ്വാരത്ത് കിണർ കുഴിക്കുന്ന സമയത്ത് ആ കിണറിലേക്കുള്ള വെള്ളം വരുന്നത് ഭൂമിയുടെ അല്ലാഹുവിന്റെ ടാങ്കുകളായ പർവ്വതങ്ങൾ സൂക്ഷിച്ചു വെച്ച വെള്ളമാണത്രേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്ക്. മലയുടെ താഴ്വാരത്ത് ആളുകൾ താമസിച്ച് കിണർ കുഴിക്കുമ്പോ ആ കിണറിലേക്ക് ലഭിക്കുന്ന വെള്ളം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലകൾ പിടിച്ചുവെക്കുന്ന വെള്ളങ്ങളാണ്. അല്ലാഹുവിന്റെ ഭൂമിയിലെ ടാങ്കുകളാണ് പർവ്വതങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ കിണർ കുഴിക്കുമ്പോ വെള്ളം നമുക്ക് ലഭിച്ചിട്ടില്ലേ? നമുക്ക് എന്ത് ചെയ്യാനും കഴിയും? ഇപ്പോഴിതാ നാടാകെ വളർച്ചയുടെ ഭീഷണിയിലാണല്ലോ, വരൾച്ചയുടെ ഭീഷണിയിൽ. റബ്ബ് സുബ്ഹാനഹു വ തആല ഗുണപ്രദമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയ്ക്ക് വേണ്ടി ആളുകൾ കേഴുന്ന സമയമാണല്ലോ ഇത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ട് കഷ്ടപ്പെടുകയാണ് പല ജനങ്ങളും. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവില്ലെന്ന് പറയുന്നവരോട്, ഈ പ്രപഞ്ചം നിയന്ത്രിക്കാൻ ആരുടെ ആവശ്യമില്ലെന്ന് പറയുന്നവരോട്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു വിധാതാവില്ലെന്ന് പറയുന്നവരോട്, there is no God, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിലെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന് ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, തത്വമുണ്ടല്ലോ. H2O, വെള്ളമെന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണെന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മഴയില്ലാതെ വിഷമിക്കുന്നത് ലോകം? ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മാമാങ്കമാണല്ലോ. തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന പ്രതിനിധികൾ പല ഓഫറുകളെയും ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. പല ആളുകളും പല വാഗ്ദാനങ്ങളും നൽകുകയാണല്ലോ. പ്രകടന പത്രിക പുറത്തിറക്കിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പ്രകടന പത്രികയിൽ നിങ്ങൾ കണ്ടോ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്കൊരാശ്വാസം ഞങ്ങൾ നൽകാം, 2 മാസം ചൂട് കുറയുമെന്ന്? എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഈ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? മറുപടി പറയൂ ലോകമേ. ഈ പ്രപഞ്ചത്തിന് ദൈവമില്ലെന്ന് പറയുന്നവർ, ഈ വിശാലമായ അണ്ടകടാഹം ഭരിച്ചു മുന്നോട്ട് പോകാൻ ഇതിന്റെ സംവിധാനത്തിന് ആരുടെ ആവശ്യമില്ലെന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ? നമുക്കറിയാമല്ലോ, പവർ കട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. വീട്ടിൽ പവർ കട്ടുണ്ട്. മാർച്ച് മാസത്തിൽ SLC പരീക്ഷ നടക്കുന്ന സമയത്ത് പവർ കട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും പവർ കട്ടായി. പവർ കട്ട് എന്താ കാരണം? പവർ കട്ടില്ലെങ്കിൽ അടുത്ത വർഷക്കാലം വരെ വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ്
അത് സംബന്ധമായുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ പറയുന്നത്. അതല്ലേ മന്ത്രി പറഞ്ഞത്? കേരളം ഇരുട്ടിലാകും കാരണം മഴ ചതിച്ചുവെന്നാണ് പറഞ്ഞത്. മഴ ചതിച്ചു അങ്ങനെ പറയണോ? H2O 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന് പറയുന്നവർക്ക് എന്തേ വെള്ളമുണ്ടാക്കി കൂടായിരുന്നില്ലേ? വൻസല്ലാ മിനൽ മുഅശ്ശറാത്തി മഅൻ ഫജ്ജാജാ. പടച്ചതമ്പുരാന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ലോകം മുട്ടുമടക്കുകയാണ്. ഒരു തുള്ളി വെള്ളമുണ്ടാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഒരു തുള്ളി വെള്ളമുണ്ടാക്കാൻ ലോകത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതല്ലേ റബ്ബ് ചോദിച്ചത്, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നത് അതോ നാമാണോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ് നമ്മളോട്. ഈ ഒരു തുള്ളി വെള്ളം പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത മനുഷ്യനെങ്ങനെയാണ് രാജാതിരാജനായ റബ്ബിന്റെ അസ്തിത്വത്തിന് മുമ്പിൽ അഹങ്കരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അനുഗുണമായ മഴ അല്ലാഹു നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ശാസ്ത്രലോകം പണ്ടൊരിക്കൽ മഴ പെയ്യിപ്പിച്ചല്ലോ. ശാസ്ത്രം മഴ പെയ്യിപ്പിച്ചപ്പോ എന്താ ഉണ്ടായത്? ആ മഴയുടെ തുള്ളി ഏതൊക്കെ ശരീരത്തിൽ പതിച്ചോ ആ ശരീരം മുഴുവൻ രോഗബാധിതരായി കിടന്നു. അവർക്ക് മുഴുവൻ രോഗം പിടിപെട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കാരാ ഈ മഴയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ആരാ നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം നൽകുന്നത്? വൻസല്ലാ മിനൽ മുഅശ്ശറാത്തി മഅൻ ഫജ്ജാജാ. ആകാശങ്ങളിൽ നിന്ന് മേഘങ്ങളിൽ നിന്ന് വെള്ളമിറക്കുകയാണ്. ആ മഴ വർഷിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു ഭൂമിയിലെ സസ്യലതാദികളെ ഉണങ്ങിപ്പോയ സസ്യലതാദികളെ മുളപ്പിക്കുന്നത്. وجعلنا فيها جواب أنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. അങ്ങനെയാണ് അല്ലാഹു ഭൂമിയിലെ തോട്ടങ്ങളെ അല്ലാഹു ഭക്ഷിച്ചതായി നിലനിർത്തി തരുന്നത്. ഈ റബ്ബിനല്ലേ നമ്മൾ വഴിപ്പെടേണ്ടത്? അണ്ടകടാഹത്തിലെ മുഴുവൻ സംവിധാനവും നമുക്ക് വേണ്ടി ചെയ്തു തന്ന രാജാതിരാജനായ റബ്ബിനെ മറക്കുന്നവൻ എത്രമാത്രം നന്ദി കെട്ടവനാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാനായ പ്രവാചകന്റെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് അവനവന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി, സ്വന്തം ശരീരത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. രാജാതിരാജനായ റബ്ബിനെ ഉൾക്കൊള്ളാൻ, റബ്ബിനെ മനസ്സിലാക്കാൻ മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പടച്ചതമ്പുരാൻ പഠിപ്പിച്ച രണ്ട് അനുഗ്രഹം മാത്രം ഞാൻ എടുത്തു പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അലം നജഅൽ ലഹു ഐനൈൻ. മനുഷ്യരെ, നിങ്ങൾക്ക് നാം രണ്ട് കണ്ണു നൽകിയില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ. മനുഷ്യരെ, നിങ്ങൾക്ക് നാം രണ്ട് കണ്ണു നൽകിയില്ലയോ? വലിസാനൻ വശഫതൈൻ. ഒരു നാവും രണ്ട് ചുണ്ടും നൽകിയില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം, റബ്ബിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് നാം രണ്ടു കണ്ണ് നൽകിയില്ലയോ? എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഈ കണ്ണെന്ന അനുഗ്രഹം എങ്ങനെ ലഭിച്ചു? ഈ വിശാലമായ പ്രപഞ്ചത്തെ കാണാനുള്ള കഴിവെങ്ങനെ ഉണ്ടായി? ഒരുപാട് ആളുകളുടെ നമ്മുടെ ഇടയിൽ പ്രപഞ്ചമെന്തെന്നവരെ കണ്ടിട്ടില്ല. എന്തേറെ സ്വന്തം മാതാവിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, സ്വന്തം പിതാവിനെ കണ്ടിട്ടില്ലാത്തവർ, ഈ പ്രപഞ്ചമെന്തെന്നറിയാത്തവർ എത്രയെത്ര ആളുകളുണ്ട് എന്റെ സഹോദര, എത്രയെത്ര ആളുകളുണ്ട്. ആരാ നമുക്ക് ഈ രണ്ട് കണ്ണിന്റെ കാഴ്ച നൽകിയത്? കാഴ്ച ഇല്ലാത്തവർക്ക് ആ കാഴ്ച നിഷേധിച്ചത് ആരാണ്? വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട സഹോദര, അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ. നിങ്ങൾക്ക് ഈ രണ്ട് കണ്ണിന്റെയും കാഴ്ച നൽകിയത് നാമാണ് മനുഷ്യരെ. ഒരു മാതാവും വിചാരിച്ചാൽ ഒരു കുഞ്ഞിനും കണ്ണിന്റെ കാഴ്ച ശക്തി ലഭിക്കുകയില്ല, കണ്ണിന് കാഴ്ച ശക്തി ലഭിക്കുകയില്ല. ഒരു പിതാവും വിചാരിച്ചാലും ഒരു കുഞ്ഞിനും ഒരിക്കലും കാഴ്ച ശക്തി ലഭിക്കുകയില്ല. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ഒരു നാവും രണ്ട് ചുണ്ടും നൽകിയില്ലയോ? പടച്ച റബ്ബ് ചോദിക്കുകയാണ്, വലിസാനൻ വശഫതൈൻ. ഒരു നാവും രണ്ട് ചുണ്ടും നൽകിയില്ലയോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കണം. ജീവിതത്തിൽ ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്ത
കഴിയാത്തവർ, സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി ഉപ്പ എന്ന് വിളിക്കാൻ കഴിയാത്തവർ, ഉമ്മായുടെ മുഖത്ത് നോക്കി ഉമ്മ എന്ന് വിളിക്കാൻ കഴിയാത്തവർ, എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, നാവ് ചലിപ്പിച്ചാൽ നാവ് ചലിക്കാത്തവർ, നാവ് ചലിക്കും പക്ഷെ അക്ഷരങ്ങൾ പുറത്തു വരാത്തവർ, ആരാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംസാരിക്കാനുള്ള ഈ ശക്തി നൽകിയത്? ആരാണ് നമ്മൾ നാവങ്ങനെ ചലിപ്പിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അക്ഷരങ്ങൾ പുറത്തു വരാനുള്ള ശക്തി നമുക്ക് നൽകിയത്? ആ റബ്ബിനെയല്ലേ നമ്മൾ ഭയപ്പെടേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തു തന്ന റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോട് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ മുഴുവൻ അനുഗ്രഹത്തെ കുറിച്ചും അല്ലാഹു നമ്മളോട് ചോദിക്കുമത്രേ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ ഫയൻദുറു അയ്മന മിൻ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ ഫയൻദുറു അയ്സറ മിൻ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ ഫയൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ النار تلقاء وجهه فاتقوا النار ولو بشق تمرة. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളിൽ നിന്നെല്ലാവരും തന്റെ റബ്ബിനോട് നേരിട്ട് സംസാരിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവമുള്ള ഹദീസാണിത്. ഹബീബായ നബി പഠിപ്പിക്കുകയാണ്, ഓരോരുത്തരും തന്റെ റബ്ബിനോട് നേരിട്ട് സംസാരിക്കേണ്ടി വരും. ഫയൻദുറു അയ്മന മിൻ, ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഫയൻദുറു അയ്മന മിൻ, ആ സമയത്ത് ഗത്യന്തരമില്ലാത്ത മനുഷ്യനും എന്റെ വലതുഭാഗത്തേക്ക് നോക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആകാശഭൂമികളടക്കം ഇതിലെ സർവമാന സംവിധാനങ്ങളടക്കം എല്ലാ അനുഗ്രഹത്തെക്കുറിച്ചും അല്ലാഹു എന്നോടും നിങ്ങളോടും ചോദിക്കുമത്രേ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്ക്, ഓരോ സെക്കൻഡിലും എന്നെയും നിങ്ങളെയും ശ്വസിക്കാൻ അനുവദിക്കുന്ന രാജാധിരാജനായ അല്ലാഹു നമ്മുടെ ഉണർച്ചയിലും ഉറക്കത്തിലും, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മളെ നമ്മുടെ ശ്വസന പ്രക്രിയയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രാജാതിരാജനായ അല്ലാഹു, കാരുണ്യവാനായ റബ്ബിന് വേണമെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത നന്ദികേട് കാരണം നമ്മുടെ ശ്വസന പ്രക്രിയ ഒന്ന് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പിടഞ്ഞ് ജീവഹാനി സംഭവിക്കുമായിരുന്നില്ലേ? ചിന്തിച്ചു നോക്ക്, ആരാണത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനാണോ എന്റെ പ്രിയമുള്ള സഹോദര? 1733 1733 ഇംഗ്ലണ്ടിലെ ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ എന്ന വാതകമുണ്ടെന്ന് കണ്ടെത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം, അതുവരെ മനുഷ്യൻ ശ്വസിക്കുന്ന വാതകം എന്തെന്ന് പോലും മനുഷ്യൻ അറിയുമായിരുന്നില്ല. എന്നാൽ ഇതൊക്കെ കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യ മനുഷ്യൻ മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ മനുഷ്യന്റെയും ശ്വസന പ്രക്രിയ നിയന്ത്രിക്കുന്നതാരാണ് എന്റെ സഹോദര? ഞാനാണോ എന്റെ ശ്വസനം നിയന്ത്രിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ശ്വസന പ്രക്രിയ നിന്ന് പോകാതെ നിയന്ത്രിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മരണം സംഭവിക്കുമായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും ചോദിക്കുമ്പോ ഏതെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ഉണ്ടോ നമുക്ക് മറുപടി പറയാനില്ലാതെ? ഓരോ സെക്കൻഡിലും റബ്ബിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുകയില്ലേ? നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ ശ്വസന പ്രക്രിയയെ യഥാവിധി നിർത്തി തന്ന രാജാതിരാജനായ തമ്പുരാൻ ഒരു സഹോദരൻ വന്ന് പറഞ്ഞല്ലോ, ആ സഹോദരന് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് ശ്വസന പ്രക്രിയ ക്ലിയറല്ല, ലെൻസും ഹൃദയവും ഒക്കെ തകരാറിലായതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ശ്വസന പ്രക്രിയ നമ്മുടെ കരങ്ങളിലായിരുന്നുവെങ്കിൽ, ആ കുഞ്ഞുമോന്റെ മാതാപിതാക്കളുടെ കരങ്ങളിലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞുമോന് ആ തകരാറ് സംഭവിക്കുമായിരുന്നോ? ഇല്ല. നാം അടക്കം നമ്മുടെ ശരീരത്തിലെ സർവമാന പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന
രാജാതിരാജനായ അല്ലാഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ റബ്ബിനോട് ഓരോ അനുഗ്രഹത്തിനും അല്ലാഹു ചോദിക്കുമ്പോ ആ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും നമ്മൾ പറയേണ്ടി വരും. മാമിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഇടക്കൊരു ഭാഷാന്തരം ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ ഇല്ലാതെ രാജാതിരാജനായ റബ്ബിനോട് സംസാരിക്കേണ്ടി വരും. അല്ലാഹു ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും അങ്ങനെ ചോദിക്കുമ്പോ ഫയൻദുറു അയ്മന മിൻ, ഉത്തരമില്ലാത്ത മനുഷ്യനതാ അവന്റെ വലതുഭാഗത്തേക്ക് നോക്കുകയാണ്. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അപ്പോൾ അവൻ മുമ്പ് ചെയ്തു വെച്ച തെറ്റുകൾ മാത്രമാണ് അവൻ കാണുന്നത്. അവൻ ചെയ്തു വെച്ച വളരെ അല്പം നന്മകൾ മാത്രമാണ് അവൻ കാണുന്നത്. ഫയൻദുറു ഐസറ മിൻ, അപ്പോഴതാ ഗത്യന്തരമില്ലാത്തവരെ രക്ഷപ്പെടുത്താൻ അവന്റെ ഇടതുഭാഗത്ത് വല്ലതുമുണ്ടോ എന്നവൻ ശ്രദ്ധിച്ചു നോക്കുന്നു. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അപ്പോൾ അവന്റെ ഇടതുഭാഗത്ത് അവൻ കാണുന്നത് ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ചിരിക്കുന്ന തെറ്റുകളുടെ കുമ്പാരങ്ങളാണ്. ഫയൻദുറു ബൈന യദൈ, ആ സമയത്ത് അവൻ അവന്റെ മുൻഭാഗത്തേക്ക് നോക്കുന്നു. ഫലാ യറാ ഇല്ല النار تلقاء وجهه, ആ സമയത്ത് അവന്റെ മുൻഭാഗത്ത് അവൻ കാണുന്നത് കത്തിയാളുന്ന നരകമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പൂർവികന്മാരായ മഹാന്മാർ അവരെയൊക്കെ സദാസമയവും ചിന്തിപ്പിച്ചിരുന്ന ഇതായിരുന്നില്ലേ എന്റെ പ്രിയമുള്ള സഹോദര? എന്തിനേറെ ഇറാഖിലെ ബൽഹ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധിപനായിരുന്ന മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, കൊട്ടാരത്തിന്റെ അധിപനായിരുന്നു, ഒരു രാഷ്ട്രത്തിന്റെ തലവനായിരുന്നു, ഒരു രാജ്യത്തെ അടക്കി ഭരിക്കുന്ന രാജാവായിരുന്നല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കൊട്ടാരം വിട്ടോടിയല്ലോ. തറഖതുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ അയാല ലകൈ അറാക, എനിക്കെന്റെ കൊട്ടാരവും എന്റെ അധികാരവും എനിക്ക് വേണ്ട. രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ചുകൊണ്ട് കൊട്ടാരം വിട്ടോടിയ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. അങ്ങനെ ചരിത്രത്തിലുള്ള ഒരുപാട് മഹാന്മാർ, അവരെയൊക്കെ മഹാന്മാരാക്കിയത് അവരെ ചിന്തയിൽ നിമഗ്നരായതുകൊണ്ടായിരുന്നു. റബ്ബിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കുമെന്ന ചിന്ത. എന്തിനേറെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉറക്കെ ദുആ ചെയ്യാൻ പോവുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർദ്ധരാത്രിയിലതാ അൻതല്ലദീ ലൗലാക മാ ഖുലിഖ ഇംറുഉൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക, അങ്ങില്ലെങ്കിൽ ലോകത്തിന് ജന്മമില്ലെന്ന് പുകഴ് കൊണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി. ശ്രദ്ധിക്കൂ എന്റെ സഹോദര, മഹാനായ പ്രവാചകനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്, ഉറങ്ങിക്കിടക്കുന്ന വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് അർദ്ധരാത്രി വുദൂ ചെയ്തതാ നമസ്കരിക്കാൻ വേണ്ടി നമസ്കാരപ്പായിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കാണുന്നു. റസൂലുള്ള നിലക്കാതെ നിസ്കരിക്കുകയാണ്. രാത്രിയുടെ ഇരുട്ടിന്റെ യാമങ്ങളിൽ നമസ്കാരത്തിൽ മുഴുകുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തി ആയിഷ റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ചിന്തിക്കണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കണം. റബ്ബിന് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണല്ലോ റസൂലുള്ളാഹി. ഉഫിയ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞു പോയ ദോഷങ്ങളും വരാനിരിക്കുന്ന മുഴുവൻ പാപങ്ങളും അങ്ങേക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നുവെന്നാണല്ലോ ഹദീസ് അല്ലാഹു അറിയിച്ചതെന്ന് പറഞ്ഞാൽ, പാപ സുരക്ഷിതനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഖലീദ ദറജന്നത്ത് ദർഹസ്ത മുഹമ്മദ്, സ്വർഗ്ഗത്തിന്റെ താക്കോൽ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കയ്യിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അണ്ടകടാഹത്തിൽ റബ്ബിന്റെ സൃഷ്ടികളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്. രാത്രിയിൽ അതാ നമസ്കാരത്തിൽ മുഴുകുകയാണ്, കാലിൽ നീര് വന്ന് വീർക്കുകയാണ്. ഇത് കണ്ട പ്രിയപ്പെട്ട ഭക്തി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹബീബായ നബിയേ, എന്തിനാണ് നബിയെ അങ്ങിങ്ങനെ കട്ടപ്പെട്ട് ആരാധിക്കുന്നത് നബിയെ, നമസ്കരിക്കുന്നത് യാ റസൂലല്ലാഹ്? ആ സമയത്ത് ഹബീബായ നബി പറഞ്ഞത് ആയിഷ ബീവി ചോദിച്ചു, നബിയെ അങ്ങേക്ക് അല്ലാഹു സ്വർഗം നൽകുമല്ലോ നബിയെ, അങ്ങേക്ക് പാപങ്ങളൊക്കെ പുറത്തു തരാമെന്ന് അല്ലാഹു പറഞ്ഞതല്ല നബിയെ, അങ്ങ് പാപത്തിൽ നിന്ന് സുരക്ഷിതനാണല്ലോ നബിയെ,
വ്യക്തികളിൽ ഏറ്റവും ശ്രദ്ധരാണല്ലോ നബിയെന്ന്, പിന്നെന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഫലാ കൂന അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള ഒരടിമയാകട്ടെ എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മുഴുവൻ ചെയ്തു തന്നതിന് രാജാതിരാജനായ റബ്ബിന് തന്നെ സമർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിനെന്ത് നൽകിയാലും മതിയാവുകയില്ല. ജീവിതം മുഴുവൻ റബ്ബിന് നൽകുക, അതാണ് ഇനിയുള്ള ദിവസങ്ങളിലെ നമ്മുടെ ചർച്ചയും. അതിനാണ് ഇന്നത് പറഞ്ഞത്. നാം നമ്മെ സമർപ്പിക്കേണ്ടത് റബ്ബിനാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകളുമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അതെന്തൊക്കെയാണ് എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിലെ ചർച്ചകൾ. സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗം അനുധാവനം ചെയ്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആയോടുകൂടെ നമ്മൾ പിരിയുകയാണ്. എല്ലാവരും അടുത്തേക്ക് വന്നോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു ചെറിയ ദുആയോടുകൂടെ നമ്മൾ നിർത്തുകയാണ്. മറ്റൊരു പരിപാടിക്ക് വേണ്ടി സഹോദരങ്ങൾ അവസരം കാത്തിരിക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞു. ഒരിക്കലും ഈ സദസ്സ് അതിന് തടസ്സമാകരുത് എന്ന് കരുതിയാണ്. വിഷയത്തിന്റെ കാതലായ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ നിർത്തുന്നത്. നമ്മുടെ പരിപാടി മറ്റാർക്കും തടസ്സമാകരുത് എന്ന് കരുതിയാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ദുആയോടുകൂടെ പിരിയുന്നത്. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. الحمدلله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. രാജാതിരാജനായ അല്ലാഹുവേ, ഞങ്ങളിൽ സ്തുതിക്കുന്ന ഞങ്ങളുടെ സ്തുതികൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, വളരെ വിദൂരങ്ങളിൽ നിന്ന് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ആളുകളുണ്ട് പടച്ചോനെ. അവരേതെല്ലാം രീതിയിൽ വന്നു അതൊക്കെ നീ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. ഈ സദസ്സിലേക്കുള്ള ഓരോ കാൽപാദങ്ങളും സ്വർഗത്തിലേക്കുള്ളതാക്കണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, തുടർന്നുള്ള ദിവസങ്ങളിൽ പടച്ച റബ്ബേ, ദീനിന്റെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി ചർച്ച ചെയ്യാനും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഇത് നിന്റെ ദീനിന്റെ പേരുള്ള ഒരു വേദിയായി, സ്നേഹത്തിന്റെ വേദിയായി ഞങ്ങളിൽ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ പല ദേശങ്ങളിൽ നിന്നും വന്നവരാണ്. ഈ നാട്ടുകാരില്ല എന്ന് ഈ സദസ്സ് കാണുമ്പോൾ തന്നെ അറിയാം. റബ്ബേ, വളരെ വിഷമങ്ങൾ സഹിച്ച് പടച്ചോനെ ഒന്നും ഈ സദസ്സിൽ നിന്ന് നേടിയെടുക്കാനില്ലെങ്കിലും നിന്നെ ഓർത്ത അല്പസമയം ഞങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അല്ലാഹുവേ, ഇതുപോലെ നിന്റെ മാർഗത്തിൽ ഒരുപാട് തവണ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതിലൂടെ ഗൗരവമായ ചർച്ചകൾ നടത്താനും നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാനും പടച്ചവേ, മരണത്തിനു മുമ്പ് നന്നാവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരണപ്പെടാനും ഒക്കെ ഈ വേദി ഞങ്ങൾക്ക് നീ നിദാനമാക്കി തരണേ അല്ലാഹ്. അല്ലാഹു, ഇതിന് പിന്നിൽ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.